എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെല്ലോ ടേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പം ഇതിപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ കിട്ടുന്ന പാക്കറ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റിൽ നിന്ന് ഇതുപോലെ ഒരു സ്ട്രിപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് സെല്ലോ ടേപ്പ് നമുക്ക് എത്ര തിക്നെസ് വേണോ അത്രയും തിക്നെസ് ഉള്ള ഒരു സ്ട്രിപ്പാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ സെല്ലോ ടേപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയും ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സാധാരണ ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഫെവിക്കോൾ ആകുമ്പം ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളറ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫെവിക്കോൾ അല്ലെങ്കിൽ ഗ്ലൂ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഒരു സൈഡിൽ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഫെവിക്കോൾ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒരു ലൈന് പോലെ ഇങ്ങനെ വരച്ചിട്ട് അതൊന്ന് കൈവച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ അതിനെ സ്റ്റിക്കർ പേപ്പറിൻ്റെ മേലെയാണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഞാനിത് റോളായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയൊരു പെന്നിൻ്റെ ക്യാപ്പാണ്, സ്കെച്ച് പെന്നിൻ്റെ ക്യാപ്പാണ് എടുത്തത്. അപ്പോൾ അതെടുത്തിട്ട് ഈ ഒരു സ്ട്രിപ്പിനെ പതുക്കെ ഇളക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരെണ്ണം നമ്മൾ ഫെവിക്കോളിനേക്കാളും ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം അത് ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ആയതുകൊണ്ടാണ്. കാരണം ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിങ്ങനെ ഏകദേശം കുറച്ചൊരു വൈറ്റിഷ് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കുറച്ചും കൂടെ കട്ടി കുറവുള്ള പ്ലാസ്റ്റിക് എടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ എടുത്തത് ഏകദേശം നമ്മുടെ ഒരു ഫയലിൻ്റെയൊക്കെ അത്രയും തിക്നെസ് ഉള്ള പ്ലാസ്റ്റിക് ആണ്. അത്ര തിക്നെസ് വേണ്ട, കട്ടിയില്ലാത്ത പ്ലാസ്റ്റിക് എടുത്താൽ മതി. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാനിപ്പോൾ 2 പീസ് കാർഡ്ബോർഡിനെയാണ് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ സെല്ലോ ടേപ്പ് വീട്ടിലുണ്ടാക്കിയെന്ന്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.